വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിങ് ഫ്രം മെന്റർ അക്കാഡമി. വിദ്യാർത്ഥികൾക്കായി പ്രസംഗ പഠന ക്യാമ്പ് സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ ജനമൈത്രി പോലീസ്. നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് DYSP AJ തോമസ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ജനമൈത്രി പോലീസ് വിദ്യാർത്ഥികൾക്കായി പ്രസംഗ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ലൈസിയം 2024 മൂവാറ്റുപുഴ DYSP AJ തോമസ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തെന്ത് നടക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. മറ്റ് ഇതിഹാസങ്ങൾ, മഹാഭാരതം, രാമായണം, ഇതുപോലുള്ള ഇതിഹാസങ്ങളൊക്കെ വായിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം എന്താണ്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചരിത്രം എന്താണ്, ലോകത്തിൻ്റെ ചരിത്രം എന്താണ്, ലോക നേതാക്കന്മാർ ആരൊക്കെയാണ്, ലോക നേതാക്കന്മാർ ലോകത്തിന് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്, ഈ ലോകത്തിന് നൽകിയ നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെ രണ്ട് രീതിയിലുള്ള നേതാക്കന്മാരുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ രാജ്യത്തെക്കുറിച്ചും അവിടെ നേതാക്കന്മാരെക്കുറിച്ചും ലോക നേതാക്കന്മാരെക്കുറിച്ചും ലോക രാഷ്ട്രങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വായനയിലൂടെ നമ്മൾ പഠിക്കണം. പിന്നെ ഇതിഹാസങ്ങളൊക്കെ വായിക്കണം, അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. മതഗ്രന്ഥങ്ങൾ, എല്ലാ മതങ്ങളെ കുറിച്ചും അത്യാവശ്യം ധാരണ നിങ്ങൾക്കുണ്ടാവണം. എല്ലാ മതങ്ങളുടെയും ഗ്രന്ഥങ്ങളെക്കുറിച്ച് എന്താണ് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെയുള്ള അറിവുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വേദിയിൽ പോയാലും എന്താണ് ധൈര്യമായിട്ട് പ്രസംഗിക്കാൻ പറ്റും അല്ലേ? മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ BK അരുൺ അധ്യക്ഷത വഹിച്ച ക്യാമ്പിൽ പ്രമുഖ ഗാന്ധിയൻ MB മത്തായി, ദൂരദർശൻ മുൻ വാർത്താ അവതാരകൻ R ബാലകൃഷ്ണൻ എന്നിവർ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് വിദ്യാർത്ഥികൾക്കായി ക്ലാസ് നയിച്ചു. ഈ 100 പേര് എന്നെ കാണുന്നുണ്ടല്ലോ എന്ന് ഞാൻ കാണുന്നുണ്ട്. ഈ കുട്ടി എന്നെ നോക്കുന്നു, ആ കുട്ടി നോക്കുന്നു, അപ്പുറത്തെ കുട്ടി എല്ലാവരും നോക്കുന്നു. എല്ലാവരും എന്നെ നോക്കുന്നു എന്ന് ആര് കാണുന്നു? ഞാനും കാണുന്നു. അതാണ് പേടിയുണ്ടാവുക. ഒരു 100 പേര് നമ്മുടെ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയിട്ട് നമുക്ക് പേടിയുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നില്ല 100 പേര്. കുറേ പേര് കാക്കനാട് പോകാൻ, കുറേ പേര് കട്ടപ്പന പോകാൻ, കുറേ പേര് തിരുവനന്തപുരത്തേക്ക് പോകാൻ, അല്ലേ? 100 പേരെ കിട്ടും. തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ കുറേ പേരുണ്ടാവും. നമ്മുടെ അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് തിങ്കളാഴ്ച ഭയങ്കര തിരക്കാം. നമുക്കത് പേടിയുണ്ടോ? KSRTC സ്റ്റാൻഡിൽ പോയി നിൽക്കാൻ, സ്കൂളിലേക്കായാലും ബസ് കാത്തിരിക്കാൻ. അപ്പോൾ ആൾക്കൂട്ടമല്ല നമ്മുടെ പേടി. 100 പേരൊന്നും വന്നാൽ നമുക്ക് പേടിയില്ല. പക്ഷേ 100 പേരുടെ മുൻപിൽ നിന്ന് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ നമുക്കൊരു പേടി തോന്നാൻ കാരണം നമുക്ക് അവർ നമ്മെ നോക്കുന്നു എന്ന് നമ്മൾ അങ്ങോട്ട് കാണില്ല എന്ന് നോക്കുകയാണ് എന്നൊരു ഭയം. അത് നമ്മൾ വേണ്ട. അതാണ് നേരത്തെ സാറ് പറഞ്ഞത്. ഓരോരുത്തരും അവർ നമ്മൾ നോക്കുമ്പോൾ അവരും നമ്മളും അവരെ നോക്കുക. PRO CB അച്യുതൻ, ഫാദർ ആന്റണി പുത്തൻകുളം, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഗിരിജ MK തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രസംഗ പഠന ക്യാമ്പിൽ നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കോളേജിന് NAAC A++ അക്രഡിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ അതേ കോളേജ് ഓട്ടോണമസ് ആയി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പഠനകാലം ഞങ്ങളുടെ കളറാ. UGയിലും PGയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ അവിടെ ഉണ്ട്. നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. Nirmala College, Muvatupuzha, an inspiring journey into the future.